വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പുനലൂർ SN കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. SFI ASF സംഘർഷ സാധ്യതയെ തുടർന്നാണ് ഇലക്ഷൻ മാറ്റിവെക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ B സുരേഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. നോമിനേഷനിലെ അരിയർ കൊണ്ട് ഒരു കുട്ടിക്കുണ്ടെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വന്നു. നമുക്ക് അത് റിട്ടേണിംഗ് ഓഫീസർ അത് എൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പരിശോധിച്ചുടനെ ഓൺലൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് വന്നിട്ടില്ല. കോളേജിനത് മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി ഓൺലൈനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതൊക്കെ പരിശോധിച്ചുടനെ അയാൾ അരിയറുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അത് രണ്ട് കൂട്ടരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്നത് ഞങ്ങളെ കാൻഡിഡേറ്റിനെ ഞങ്ങൾ നോക്കി മത്സരിക്കും, ഡിസ്ക്വാളിഫൈ ആകത്തില്ല. മറ്റവർ പറയുന്നത് ഇത് പറ്റത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ ഇത് അറിയിച്ചിട്ടുണ്ട്, ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ലിംഗോ കമ്മിറ്റി പറയുന്നതനുസരിച്ച് അരിയറുള്ളവർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. മാറ്റിവെക്കാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനൊരു കൺഡ്യൂസീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല കോളേജിൽ. ഇതുവരെ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് ഈ ഒരു പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഇലക്ഷൻ്റെ ഒരു സിറ്റുവേഷൻ, ഇലക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷമില്ല. അത് കുട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിവെക്കും എന്നുള്ള ഉത്തമ ബോധ്യം കൗൺസിലിന് വന്നു. ലിംഗ്ദോ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിനും ജയിച്ചിരിക്കണം. SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ 1-ാം വർഷ അരിയറിന്റെ ഫലം സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് ASF പ്രവർത്തകർ ഇയാളെ അയോഗ്യനാക്കണമെന്ന വാദവുമായി രംഗത്ത് വരാൻ കാരണം. സ്ഥാനാർത്ഥി വിജയിച്ചതായാണ് അധ്യാപകർ നൽകിയിരുന്ന വിവരം. എന്നാൽ ഓൺലൈനിൽ ഫലം പരിശോധിച്ചപ്പോൾ തോറ്റതായി കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഇയാളെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ASF രംഗത്ത് വരികയായിരുന്നു. ഇന്നലെ വൈകുന്നേരം SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോകുന്ന സാഹചര്യം വന്നപ്പോൾ എൻ്റെ CPI നേതൃത്വം ഇടപെട്ട് ഈ ക്യാമ്പസിൽ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ കയറി അക്രമം കാണിച്ച് ഈ ഇലക്ഷൻ മാറ്റിവെക്കുന്ന തരത്തിലേക്കൊരു നിലപാടിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് AISF എന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ AISFന് ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. ജനാധിപത്യ മര്യാദ സ്വീകരിക്കാൻ പ്രിൻസിപ്പാളും അധികാരിവർഗവും തയ്യാറാവണമെന്ന് മാത്രമാണ് AISF എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പറയാനുള്ളത്. അതേസമയം പരീക്ഷാഫലം സൂക്ഷ്മമായി പരിശോധിക്കും മുമ്പ് SFI ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ അധികൃതർ അംഗീകരിച്ചിരുന്നു. ഇതിനാൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാൻ അനുവദിക്കില്ലെന്നാണ് SFI നേതാക്കൾ പറയുന്നത്. യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും ASF പരാജയ ഭീതിയാൽ ബോധപൂർവം ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും SFI നേതാക്കൾ ആരോപിക്കുന്നു. അടിയന്തര കൌൺസിൽ ചേർന്നാണ് ഇലക്ഷൻ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംഘർഷ സാധ്യതയെ തുടർന്ന് പുനലൂർ SI KS ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം കോളേജിലെത്തിയിരുന്നു. CPI CPM പാർട്ടി നേതാക്കളും പ്രിൻസിപ്പലുമായി ചർച്ച നടത്തി. ലൈവ് വാർത്ത പുനലൂർ.